ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി സ്റ്റഡി. ഇന്ന് നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് നോക്കാം. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ യങ് ബോയ് ഹു മെയ്ഡ് എൻ ഇൻവെൻഷൻ ദറ്റ് സേവ്ഡ് ഹിസ് വില്ലേജ് ഫ്രം ഹങ്കർ. ഇതൊരു യങ് ബോയുടെ സ്റ്റോറിയാണ്. ആ ഒരു ബോയ് എന്താണ് ചെയ്തത്? അവൻ്റെ വില്ലേജിനെ അവൻ രക്ഷിച്ചു. എങ്ങനെയാണ് രക്ഷിച്ചത്? ഹിസ് ഇൻവെൻഷൻ, അവനൊരു കണ്ടുപിടുത്തം അവൻ്റെ ഒരു കണ്ടുപിടുത്തം ആ ഒരു ഗ്രാമത്തെ വിശപ്പിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്. In a small village in Malawi, a poor country in Africa, people had no money for lighting their homes. So the villagers, most of them small farmers, went to bed as soon as night fell. But for William, a young boy, darkness was the time for dreams. He dreamed of putting together things and taking them apart. എന്താണ് ഇതൊരു യങ് ബോയുടെ സ്റ്റോറിയാണെന്ന് പറഞ്ഞു അല്ലേ? ആ കുട്ടി എന്താണ് ചെയ്തത്? ആ കുട്ടിയുടെ നാട് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫിലെ ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ മലാവി, എ പുവർ കൺട്രി ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലുള്ള ഒരു വില്ലേജ്, സ്മോൾ വില്ലേജ് ഇൻ മലാവി. അതൊരു പാവപ്പെട്ട ഒരു രാജ്യമായിരുന്നു അല്ലേ? എന്താണ് നോക്കാം, എങ്ങനെയാണ് അവിടെ പാവപ്പെട്ട ജനങ്ങൾ വന്നത് നോക്കാം. പീപ്പിൾ ഹാഡ് നോ മണി ഫോർ ലൈറ്റിംഗ്. അവരുടെ വീട്ടിൽ കറണ്ട് ഇല്ല, ലൈറ്റ് ഇല്ല. അതുകൊണ്ട് എന്താണ് ചെയ്യുക? സോ ദ വില്ലേജസ്, മോസ്റ്റ് ഓഫ് ദം സ്മോൾ ഫാമേഴ്സ് വെന്റ് ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽ. രാത്രി ആകുന്നതിന് മുമ്പ്, സന്ധ്യ കഴിയുമ്പം തന്നെ അവർ വേഗം കിടന്നുറങ്ങി. കാരണം അവർക്ക് വെളിച്ചമില്ലായിരുന്നു. പാവപ്പെട്ട ഒരു കൺട്രി ആയിരുന്നു. വെന്റ് ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽ. ബട്ട് ഫോർ വില്യം, പക്ഷേങ്കിൽ ഈ കുട്ടിയുടെ പേരാണ് വില്യം. വില്യം എ യങ് ബോയ് ആണ്, ടീനേജിലുള്ള ബോയ് ആയിരിക്കും. ഡാർക്ക്നെസ് വാസ് ടൈം ഫോർ ഡ്രീംസ്. അവൻ ആ ഒരു ഇരുട്ടായിരുന്നു അവൻ്റെ സ്വപ്നം കാണുന്ന ഒരു സമയം അല്ലേ? നിങ്ങൾ ഇരുട്ടത്ത് സ്വപ്നം കാണുമോ? നമ്മൾ നല്ല ഇരുട്ടത്താണെങ്കിൽ പേടിയായിരിക്കും അല്ലേ? നമ്മൾ പേടിപ്പെടുത്തുന്ന സ്വപ്നമായിരിക്കും കാണുക. ഈ ഡ്രീംഡ് ഫോർ, പക്ഷേ ഈ കുട്ടി എങ്ങനെയാണ് സ്വപ്നം കണ്ടത്? ഈ ഡ്രീംഡ് ഓഫ് പുട്ടിങ് ടുഗെദർ തിങ്സ് ആൻഡ് ടേക്കിംഗ് ദം അപ്പാർട്ട്. കുറേ കാര്യങ്ങളിങ്ങനെ യോജിപ്പിക്കുന്നതും അതിങ്ങനെ ഇളക്കി മാറ്റി നോക്കിയായിരുന്നു ഇവൻ സ്വപ്നം കണ്ടത്. എന്താണെന്ന് നോക്കാം. എൻജിൻസ് ആണോ? He kept toy trucks with wheels made of bottle caps under his bed. He was fascinated by music he heard on the radio. Where are the musicians and singers? He would wonder. He would crack open old radios to find them. എന്താണ് ഈ കുട്ടി സ്വപ്നം കാണാനുള്ളത്? He kept toy trucks with a wheel made of bottle caps. ബോട്ടിലിൻ്റെ ക്യാപ്സ് വീലാക്കി വെച്ചിട്ട് ട്രക്ക് ഉണ്ടാക്കിയിരുന്നു കുട്ടി. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? അതുപോലെ ഈ കുട്ടി ഉണ്ടാക്കിയ ഇതൊക്കെ അവൻ്റെ ബെഡിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് വെക്കുമായിരുന്നു. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മ്യൂസിക് ഹി ഹേർഡ് ഓൺ റേഡിയോ. അവന് ഭയങ്കര അതിശയമായിരുന്നു ഈ റേഡിയോയിലൊക്കെ ഇപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ. എങ്ങനെയാണ് ഇവരൊക്കെ പാടുന്നത്? ആരായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പാടുന്നത്? നമ്മളും ചിന്തിച്ചിരുന്നു അല്ലേ പണ്ട്? ഇപ്പോഴത്തെ മക്കൾ ചിന്തിക്കുമെന്നറിയില്ല, ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നു. ഈ റേഡിയോയിൽ നിന്ന് ആരാണ് ഈ പാടുന്നത്? ആരാണ് ഈ ടി വിയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത്? അവരെല്ലാം എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ എത്തിയെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. വേർ ആർ ദ മ്യൂസിഷ്യൻസ് സിംഗേഴ്സ്? ഇവരൊക്കെ എവിടെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്? ഹി വുഡ് വണ്ടർ. ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ് ടു ഫൈൻഡ്. അവരെന്താ ചെയ്യുക? നമ്മളങ്ങനെ ചെയ്യാറില്ല കേട്ടോ. റേഡിയോ ഒക്കെ പൊട്ടിച്ച് ഇവരൊക്കെ ഈ പാടുന്നവരൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് അവൻ നോക്കുമായിരുന്നു. ആസ് ഹി ലേ awake, ഹിസ് grandpa's tale of magic flashed through his mind. അവൻ കണ്ണ് തുറന്നിരുന്നിരിക്കുമ്പോൾ, ചിന്തിക്കാതിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണ് വന്നത്? ഗ്രാൻഡ് പാ പറഞ്ഞ സ്റ്റോറീസ്. ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറി സീംഡ് ടു ടേൾ ബിഫോർ ഹിസ് ഐസ്. അവൻ്റെ കണ്ണിന് ചുറ്റും ഇങ്ങനെ ഗ്രാൻഡ് പാ പറഞ്ഞ കഥയിലെ ഗോസ്റ്റ് ഡാൻസേഴ്സൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു. ആസ് വില്യം വർക്ക്ഡ് ഇൻ ദ ഫീൽഡ് അറ്റ് ഡോൺ, he imagined he could see magical beings among the rows of maize. As trucks rumbled across the path, he wondered how the engine made them go. As William worked in the fields at dawn, അവൻ രാവിലെ വയലിൽ പണിയെടുക്കുമ്പോൾ, he imagined he could see magical beings among the rows of maize. പിന്നെ അവൻ ഇങ്ങനെ ചിന്തിക്കും, മാജിക്കൽ ബീയിങ്സ് എമംഗ് ദ റോസ് ഓഫ്, ആ മെയ്സിൻ്റെ ഇടയിൽ ഒരു മാജിക്കൽ ബീയിങ്സ് ഉണ്ടെങ്കിലോ എന്ന് ചിന്തിക്കും. As trucks rumbled across the path, he wondered how their engines made them go. ട്രക്സ് മൂവ് ചെയ്യുമ്പോൾ അവൻ ആലോചിക്കും, എങ്ങനെയാണ് ഈ എൻജിൻ മൂവ് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിക്കാറുണ്ടോ? എന്തെങ്കിലും ഒരു യന്ത്രം പ്രവർത്തിക്കുമ്പോൾ അതെങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്? അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നില്ലേ? കുഞ്ഞും ഒരുപാട് ചിന്തിക്കുന്നു. ലുക്ക് where you throw, you hoe.
his father would shout, shaking him out of his ഡ്രീമി തോട്ട്സ്. ഇവനിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാണുമ്പം അച്ഛന് ദേഷ്യം പിടിക്കും. നിങ്ങൾ വിതച്ചതേ കൊയ്യൂ എന്ന് പറയുന്നില്ലേ, അതുപോലെ നിങ്ങൾ ചെയ്തത് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ എന്നുള്ള ഒരു ശകാരിച്ച പോലെയാണ് അച്ഛൻ പറയുന്നത് അല്ലേ. അവനിങ്ങനെ ഏതു നേരം ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഷൗട്ട് ചെയ്യും. But the magical beings of William's imagination could not bring rain. Without water, the angry sun scorched the fields. The farmers' prayers from rain went unanswered. Rows of maize turned into dust. Without food, Malawi began to starve. Soon William's father gathered the children and said, "From now on, we eat only one meal per day. Make it last." അപ്പോൾ എന്താണ്, അവിടെ വെള്ളമുണ്ടായിരുന്നില്ല, മഴയുണ്ടായിരുന്നില്ല, സൂര്യൻ അതിതീവ്രമായി ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താ പറ്റിയേ, കൃഷിയൊക്കെ നശിച്ചു. അവിടെ എല്ലാവരും പട്ടിണി കിടക്കാൻ തുടങ്ങി. പൊതുവേ ഫാമേഴ്സ് എന്താ പ്രേ ചെയ്യുക, കറക്റ്റ് മഴ കിട്ടിയാലേ അല്ലേ അവർക്ക് നല്ല വിധത്തിലുള്ള ഈൽഡ് ലഭിക്കൂ. ഫീൽഡിൽ നിന്ന് നല്ല രീതിയിലുള്ള കൃഷി ലഭിക്കണമെങ്കിൽ കൃത്യമായ മഴ ലഭിക്കണമല്ലേ. പക്ഷേ അതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാം കൂടി ഉണങ്ങി നശിച്ചു പോയി, ഭക്ഷണവും ഇല്ല. അതുകൊണ്ട് പിന്നെ ഈ കുട്ടിയുടെ അച്ഛൻ എന്താ പറയുക, ഇനി മുതൽ ഫ്രം നൗ ഓൺലി വി ഈറ്റ് ഓൺലി വൺ മീൽ പെർ ഡേ. 3 നേരം 4 നേരം ഭക്ഷണം കഴിക്കില്ലേ, പക്ഷേങ്കിൽ അവിടെ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ അവർക്ക് സാധിച്ചിരുന്നുള്ളൂ. കാരണം മഴയില്ല, കൃഷിയില്ല, എല്ലാം നശിച്ചു. In the evening they sat around the lanterns and ate their handful of food, watching hungry people pass like spirits along the roads. വൈകുന്നേരം ആകുമ്പോൾ ഇവർ ആ ഒരു മീൽ, ഒറ്റ നേരമുള്ള മീൽ വൈകുന്നേരം കഴിക്കുമ്പോൾ വിശന്ന് വലഞ്ഞു പോകുന്നവരെ ഇങ്ങനെ കാണാം, സ്ട്രീറ്റ്സിലൂടെ നടന്നു പോകുന്നവരെ കാണാം. അവരെ നോക്കിയിരുന്ന് ഇവരത് കഴിക്കും. Money also disappeared with the rain. Only a few lucky children could go to school. William was one of the dropouts. For a week he sulked under a mango tree. Then he remembered a library down the road. In the library he found science books filled with brilliant pictures. With some difficulty he started reading. Soon he learned how engines moved, the big trucks, and how radios pulled music from the sky. Money also disappeared with the rain. അല്ലേ, രാജ്യത്ത് പൈസ ഉണ്ടായിരുന്നില്ല. പൈസ ഉണ്ടാവണ്ടെങ്കിൽ കൃഷിയൊക്കെ ഉണ്ടാവണം അല്ലേ. പൈസ ഇല്ലാത്തത് കൊണ്ട് എന്ത് പറ്റി, ഓൺലി എ ഫ്യൂ ലക്കി ചിൽഡ്രൻ, കുറച്ച് കുട്ടികൾക്ക് മാത്രം, അതായത് ജന്മിമാരൊക്കെ ഉണ്ടാവില്ലേ, അവരെ കുട്ടികൾക്ക് മാത്രം സ്കൂൾ പോകാൻ സാധിച്ചു. വില്യം വാസ് വൺ ഓഫ് ദ ഡ്രോപ്പ് ഔട്ട്. വില്യമിന് പോകാൻ സാധിച്ചില്ല. അവൻ ആഴ്ചകളോളം മാംഗോ ട്രീയുടെ അടിയിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും അല്ലേ. അവൻ ആലോചിക്കാനുണ്ടല്ലോ, ഡ്രീം ചെയ്യാനുണ്ടല്ലോ അല്ലേ. ദെൻ ഹി റിമെമ്പേർഡ് എ ലൈബ്രറി ഡൗൺ ദ റോഡ്. അപ്പോഴാണ് അവന് പെട്ടെന്നൊരു ലൈബ്രറിയെക്കുറിച്ച് ഓർമ്മ വന്നത്. ആ റോഡിന് താഴെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അവൻ അവിടെ പോയിട്ട്, നല്ല മിടുക്കനാണല്ലേ. ദെൻ ഹി റിമെമ്പേർഡ് എ ലൈബ്രറി ഡൗൺ ദ റോഡ്. ഇൻ ദ ലൈബ്രറി ഹി ഫൗണ്ട് എ സയൻസ് ബുക്ക്. അവൻ സയൻസ് ബുക്ക് എടുത്തിട്ട്, അവനെ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ചിന്താഗതികളൊക്കെ ആ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ, എഞ്ചിൻ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് ഒരു സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബുക്ക് തന്നെ അവനെടുത്ത് വായിച്ചു. ആദ്യം ഡിഫിക്കൽട്ടായിരുന്നു വായിക്കാൻ, പക്ഷേങ്കിൽ ഹി സ്റ്റാർട്ടഡ് റീഡിങ്. സൂൺ ഹി ലേൺഡ് ഹൗ എഞ്ചിൻസ് മൂവ്ഡ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. അങ്ങനെ വായിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് എങ്ങനെയാണ് എഞ്ചിൻ മൂവ് ചെയ്യുന്നതെന്നൊക്കെ അവന് അറിവ് കിട്ടി അല്ലേ. വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് കിട്ടൂ അല്ലേ. ടി വിയിലൂടെ കിട്ടുമെങ്കിലും നമ്മളതൊന്നും ശരിക്കുള്ളതൊന്നും അല്ല കാണുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും വായിക്കണം. മക്കൾ ബുക്സൊക്കെ ലൈബ്രറിയിൽ നിന്നെടുത്ത് നല്ലവണ്ണം വായിച്ചാലേ അറിവുണ്ടാവുള്ളൂ. നല്ല നല്ല പുതിയ പുതിയ അറിവുകളും പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വായനയിലൂടെ ലഭിക്കും. അതുപോലെ ഈ കുഞ്ഞും വായിച്ചപ്പോഴാണ് അവനെല്ലാ കാര്യങ്ങളും അവന് ക്ലിയർ ആയത്. ആരും പറഞ്ഞു കൊടുത്തില്ല, പക്ഷേങ്കിൽ വായനയിലൂടെ അവനവന് മനസ്സിലായി എന്തൊക്കെയാണ് ഈ രാജ്യത്ത്, പിന്നെ എങ്ങനെയാണ് ഈ വണ്ടി മൂവ് ചെയ്യുന്നതെന്നൊക്കെ, എഞ്ചിൻ്റെ വർക്കിംഗ് ഒക്കെ അവന്, ഈ കുഞ്ഞിന് മനസ്സിലായി. ഓക്കെ. Why did villagers go to bed early? Villagers went to bed early because there were no electricity in their village. അല്ലേ, ഇന്നലെ കണ്ടതല്ലേ. എന്തുകൊണ്ടായിരുന്നു അവർ വേഗം ഉറങ്ങാൻ പോയത്? അവിടെ വെളിച്ചമില്ലായിരുന്നു, അതായത് കറണ്ട് ഇല്ലായിരുന്നു. വൈ വില്യം ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ്? എന്തിനായിരുന്നു വില്യം
ഓൾഡ് റേഡിയോസൊക്കെ പൊട്ടിച്ച് തുറന്നത് എന്തിനായിരുന്നു? ബിക്കോസ് ഹി വാസ് ക്യൂരിയസ് ടു ഫൈൻഡ് ഔട്ട് വെയർ ആർ ദ സിംഗേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പാടുന്നത് ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ പൊട്ടിച്ച് നോക്കി. അവൻ അറിയില്ലായിരുന്നു അത് ടെലികാസ്റ്റ് ചെയ്യുന്നതാണെന്ന്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് വില്യം തിങ്ക് വെൻ ഹി സോ ട്രക്സ് ക്രോസിംഗ് ദ പാത്ത്? ട്രക്ക് പാസ് ചെയ്യുമ്പം വില്യം എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്? ഹി തോട്ട് അബൌട്ട് ഹൗ ദ എൻജിൻസ് മെയ്ഡ് ദം ഗോ. എങ്ങനെയാണ് ഈ ട്രക്ക് മൂവ് ചെയ്യുന്നത് എന്നാണ് അവൻ ചിന്തിച്ചത്. വാട്ട് ഡിഡ് വില്യംസ് ഫാദർ ഡു ടു ഹെൽപ്പ് ദ ഫാമിലി സർവൈവ്? ഫാമിലിയെ പരിപാലിച്ച് കൊണ്ടുപോകാൻ എന്തായിരുന്നു വില്യമിൻ്റെ ഫാദർ ചെയ്തത്? അറിയാമായിരുന്നു അല്ലേ? അവിടെ ഭക്ഷണത്തിന് ക്ഷാമം വന്നപ്പോൾ എന്താ പറഞ്ഞത് അച്ഛൻ? He informed the children that they are decided to have only one meal per day. ഒരു ദിവസം ഒറ്റ മീല് മാത്രം. What did William learn from the science book in the library? എന്താണ് വില്യം സയൻസ് ബുക്കിൽ പോയി സ്കൂളിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് വില്യം എന്താ ചെയ്തത്? ലൈബ്രറിയിൽ പോയി ബുക്ക് എടുത്തു എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് അവൻ എന്താണ് മനസ്സിലാക്കിയത് സയൻസ് ബുക്കിൽ നിന്ന്? He learned how engines moved the big trucks and how റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. അവൻ എന്താണ് പഠിച്ചത്? അവൻ ട്രക്സിൻ്റെ എൻജിൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നും പിന്നെ റേഡിയോയിൽ നിന്ന് എങ്ങനെയാണ് പാട്ടുണ്ടാവുന്നതെന്നും അവൻ മനസ്സിലാക്കി ബുക്ക് വായന കൊണ്ടല്ലേ.